ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റൊരു എന്ന ശീർഷകത്തിൽ നമ്മുടെ 7 ഭോഷത്വങ്ങൾ കണ്ടു. ഇന്ന് രണ്ടാം ഭാഗമാണ്. അതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കാം. അന്ന് നമ്മൾ ചിന്തിച്ചത് അന്യഭാഷയുടെ അസാംഗത്യം, 2 അശുദ്ധമായത് തിന്നരുത്, 3 കിഴക്കിൻ്റെ പ്രാധാന്യം, 4 ലിംഗഭേദമില്ലാതുള്ള വിവാഹം ബ്ലെസ്സിങ്, 5 കർത്തൃപ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം, 6 രക്ഷ ഒരിക്കൽ പ്രാപിച്ചാൽ പിന്നെ അത് നഷ്ടമാകുകയില്ല എന്നുള്ള മിഥ്യ, 7 നമ്മെ ദൈവവചനം പഠിപ്പിച്ച പൂർവരെ നാം മറക്കരുത്. ഇവയെല്ലാം വേദപുസ്തക വിരുദ്ധമായി അസത്യങ്ങൾ ഭോഷന്മാരെ സാത്താൻ പഠിപ്പിച്ചതാകുന്നു. അതുവഴി സഞ്ചരിച്ചാൽ അവൻ്റെ കൂടെ നരകത്തിൽ കിടക്കാം എന്നാകുന്നു ഒന്നാം ഭാഗം നമ്മൾ കണ്ടത്. അത് വിട്ടൊഴിയുക. കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. രണ്ടാം ഭാഗത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന ആദ്യത്തെ വിഷയം സത്യസുവിശേഷം. ഇന്നില്ലാത്ത അതാണ് സത്യസുവിശേഷം. അത് നമ്മുടെ ഈ പഠനത്തിലെ 8ാമത്തെ പോയിൻ്റാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ വായിച്ചത് ഗലാത്യ ലേഖനം 1:8-9 കണ്ടവൻ പറയുന്നതെല്ലാം കേട്ട് കർത്താവിൻ്റെ വഴിയാണെന്നും പറഞ്ഞ് പോയാൽ നമ്മൾ അധോഗതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ മുൻ വിവരിച്ച ഓരോരോ വേദവിരുദ്ധ പ്രചരിപ്പിച്ചവരും വിശ്വസിച്ച നിങ്ങളും ദൈവകോപത്തിന് പാത്രവും ശപിക്കപ്പെട്ടവരുമാകുന്നു. വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ എന്താകുന്നു ചിന്തിക്കരുത്. ഷേവ് ചെയ്യാതെ നാറുന്ന കക്ഷത്തിൽ വയ്ക്കാനുള്ള ഒരു തടിച്ച പുസ്തകം തെറ്റി. അത് ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. ചാമ്പലാകുന്നതിന് മുൻപേ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീഴുക, പാപത്തെ ഉപേക്ഷിക്കുക, അനുതപിക്കുക, രക്ഷ പ്രാപിക്കുക. ഇതാകുന്നു വേദപുസ്തകം ഉദ്ഘോഷിക്കുന്നത്. നീ ആരാകുന്നെന്ന് സൂക്ഷിച്ചു നോക്കുക. ശപിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു പുഴു, അല്ലാതെ പോപ്പും കാതോലിക്കായും ഒന്നുമല്ല. അത് പിശാച് തന്ന വ്യാജ സ്ഥാനമാണ്. നമ്മിൽ കുടികൊള്ളുന്ന ഭോഷ്ക്ക് വ്യാജം എല്ലാം ഉപേക്ഷിക്കണം. നാം നീതിയുടെ നിറകുടമായ യേശുവിനെ അനുകരിക്കുവാൻ ശ്രമിക്കണം. അതാകുന്നു അനുസരണം. 9 നമ്മുടെ യാഗപീഠം. കർത്താവെ, ഈ ഡോക്ടറേറ്റ് എടുത്തോണ്ട് നടക്കുന്നവന്മാരൊക്കെ എന്തുവാ ധരിച്ചു വച്ചേക്കുന്ന യാഗപീഠത്തെക്കുറിച്ച്? ഇത് നിങ്ങളത് ശ്രദ്ധിക്കണമേ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ഞാനല്ല പറയുന്നത്, എബ്രായർ ലേഖനം 13:10 പൗലോസ് അപ്പോസ്തലൻ ഉദ്ഘോഷിക്കുകയാണ്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. പാളയത്തിന് പുറത്ത് വെച്ച്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു.
ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിപ്പീൻ. ഞാൻ വായിക്കുന്നത് എബ്രായർ 13 10 മുതൽ 16 വരെയാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്താലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. കൊന്ന മൃഗത്തിൻ്റെ ഉടലും പണ്ടവും പാളയത്തിന് പുറത്തു കളയും. അത് നിന്ദ്യമാകുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണമേ, നിന്ദ്യം. കൊല്ലുന്നതിന് മുമ്പ് നഗരവാതിന് പുറത്തു വെച്ച് നമ്മുടെ കർത്താവിനെ അവർ കഷ്ടം അനുഭവിപ്പിച്ചു. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന 2 വരി ഒന്ന് പാടാൻ ശ്രമിച്ചോട്ടെ. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സൻബല്ലത്ത് തോബിയാവിൻ കൂട്ടുകെട്ടുകളും ചഞ്ചലമുണ്ടാക്കും കലഹവാക്കുകളും സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. മറ്റൊരു യേശുവിനെ പ്രകീർത്തിക്കുന്ന ആളുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ സൻബല്ലത്തും തോബിയാവിനെ പോലുള്ള ആൾക്കാരാണ്. നെഹമ്യാവ് എന്ന ദൈവപുരുഷൻ ഈ സൻബല്ലത്തും തോബിയാവും മുഖാന്തരം അനുഭവിച്ച കഷ്ടതകൾ വളരെ വളരെ കഠിനമായിരുന്നു. ഈ മറ്റൊരു യേശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നവരും നമ്മളെ ദ്രോഹിക്കുന്നത് വളരെ കഠിനമാകുന്നു. ഇന്ന് പുരോഹിത വർഗത്തിൻ്റെ അഹോവൃത്തിക്കായി കാട്ടിക്കൊടുക്കുന്നതെല്ലാം വേദവിപരീതമാകുന്നു. We have an altar, not a material altar, but a personal one, and that is Christ. He is both our altar and our sacrifice. He sanctifies the gift. ഇതിന് പേരാകുന്നു തിയോളജി. ഞാനത് ഒന്നുകൂടെ വായിച്ചോട്ടെ. We have an altar, not a material one, but a personal one, and that is Christ. ക്രിസ്തുവാകുന്ന യാഗപീഠമാണ് നമുക്കുള്ളത്. അവിടെ ബലി കഴിക്കപ്പെടുന്നതും ക്രിസ്തു തന്നെ. അതിനെ ശുദ്ധീകരിക്കുന്നത് ആര്? ക്രിസ്തു തന്നെ. നമ്മൾ കൊണ്ട് കൊടുക്കുന്നതായ കാഴ്ച അത് സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെ, ക്രിസ്തു തന്നെ. ക്രിസ്തു അത്രേ. കാഴ്ച പോലും ക്രിസ്തു അത്രേ. The altar under the law were types of Christ. The brazen altar of the sacrifice, the golden altar of intercession. Christ, our Passover, is sacrificed for us. 1 Corinthians 5:7. And it follows, therefore, let us keep the feast. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. പൗലോസപ്പോസ്തലൻ നമ്മളോട് പറയുക, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. കർത്താവേ സ്തോത്രം. ഇതൊന്നും നമ്മൾ അനുസരിക്കില്ലെന്ന് കർത്താവിനറിയാം. ഞായറാഴ്ച നാം ആചരിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ കുർബാനയാകുന്നു. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു.
യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവീൻ. ഓർമ്മ കുർബാന. പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. സർപ്പസന്ധതയോട് ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുക. In this context, if I open my mouth, you will become mad. St. Thomas Christians were safe and sound in India until the devil St. Gregorios Abda Jalil arrived in Kerala in 1665 to split the existing Christians and make them all synods of the first order as directed by the devil. അദ്ദേഹം കണ്ടത് കുറെ കറുത്ത ബുദ്ധിശൂന്യർ പൊന്നും പണവും കൊടുത്ത് പേരും പെരുമയും സമ്പാദിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. എനിക്കും എൻ്റെ മകനും എൻ്റെ കൊച്ചുമകനും ശവലിയാർ സ്ഥാനം തരിക, ഞാൻ സ്വർണം തരാം, അവിടുത്തെ ദാസനായിരിക്കാം, അവിടുത്തെ കൈയല്ല കാല് വരെ ഞാൻ മുത്താം. അവൻ പറഞ്ഞത് ഇവനും ഇവൻ പറഞ്ഞത് അവനും മനസ്സിലായില്ല, കാരണം സുറിയാനിയിലാണ് പറഞ്ഞത്. പക്ഷെ കാര്യം നടന്നു. സ്നേഹിത, നീ വിശുദ്ധനായിരുന്നു, അവൻ്റെ വെളുത്ത തൊലി വിഷമായിരുന്നു. നീ കർത്താവിന് പ്രിയനായിരുന്നു, അവൻ നിഷിദ്ധനായിരുന്നു. ഇത്ര നാളിനിടയിൽ കർത്താവിൻ്റെ ദാസനായ ഒരു ശവലിയാരെ നിങ്ങൾ ഇതുവരെ കണ്ടുവോ? So many rejected beliefs were forced upon the Indians. Out of that, one only is the earlier mentioned leaven, pulipa. Leaven means sin. All the sins of all believers have been sacrificed by our Savior in the cross in Calvary. The leaven is taken away from us. We are pure and true Christians, eligible to be disciples of Jesus. Whereas this person followed the principle of the Jews. Jews did not believe in Messiah. They are still Jews and follow the teachings of Jews. We are not Jews. We are children of God. We are a purchase of God. Mind you, that's coming. In the Orthodox Church, they follow a couple of taxas. They are copy of the leaven. If we follow the teachings of Paul, we shall not touch three abominations of desolation. One is the altar, the second is the taxa, and the third is the leaven, pulipa. Our altar is in heaven. On earth we have no altar. If we say that the so-called make-believe priest will be without any job, therefore they are holding on to the earthly altar. The other thing is the leaven. It is nothing but sin. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. When Jesus was removed the sin from us, from where are these people bringing this leaven again? I am asking you, means children of vipers. When John the Baptist uttered the word children of vipers, nobody followed. It is because you did not read my latent thumb impression of God. The listeners were Keenites, and they were children of Cain, the son of real viper. നിങ്ങളെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയതല്ല, നിങ്ങൾ സർപ്പസന്ധിതകളാകുന്നു. കേൾക്കുക, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. സങ്കീർത്തനം
45:10 യേശു വിളിക്കുന്നു, നീ തിരിച്ചു വരിക, വി ഹാവ് എൻ ആൾട്ടർ ഇൻ ഹെവൻ. അടുത്തത് 10ാമത്തെ പോയിന്റാണ്. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഹഗായി 2:8. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 417 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകം സ്വർണത്തെക്കുറിച്ച് പറയുന്നു. പെന്തക്കോസ്റ്റുകാരൻ അത് വർജ്യം. പക്ഷേ സ്ത്രീയുടെ മിന്ന് വിലപ്പെട്ടതാണ്. വിദ്വാൻ കുട്ടി എന്ന മഹാൻ മിന്ന് വാങ്ങി വിറ്റ് ചീനിയും ബത്തിയും വാങ്ങി തിന്ന് സ്തോത്രം പാടി പിരിച്ചുപോയി. അവിടെ മിന്ന് പോയി. വേദപുസ്തകത്തിൽ സ്വർണം പരിശുദ്ധിയെയും ആത്മീയ വളർച്ചയെയും കാണിക്കുന്നു. വെളിപാടിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. കാരണം ഇറ്റ് ഈസ് നോബ്ലസ്റ്റ് ആൻഡ് ഇൻകറപ്റ്റിബിൾ. ഈ ഗോൾഡിനെ മാത്രമാണ് നോബിൾ മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നിയാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതെല്ലാം അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയിട്ടു. സ്പോയിൽഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അവർക്കുള്ള സകല സമ്പത്തും ഇനി അടിച്ചുകൊണ്ട് പോരുന്നു. അത് കർത്താവ് അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഭാഗം. കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾ അവരോട് വാങ്ങി സ്വർണവും വെള്ളിയും വസ്ത്രമൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഇവർ ഇത്രയും വാരിക്കോരി കൊടുത്തതിനകത്ത് ഒരു സത്യം മറഞ്ഞു കിടക്കുന്നു. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തു ഒരു കാര്യം അവിടെ ചെയ്തു. എല്ലാ മിസ്രൈമ്യ വീട്ടിലും ആദ്യജാതനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നു. എന്തൊരു ദൃശ്യമാണ് അത്! നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആദ്യജാതനായ മകനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുമ്പോൾ ഒരാൾ വന്നിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അത് എണ്ണാനും അതിനെപ്പറ്റി തർക്കിക്കാനും ഒന്നും എടുത്തങ്ങ് എറിഞ്ഞുകളെ. ബിക്കോസ് വി ഹാവ് ബിക്കം മാഡ്. എന്തുവായി പറയുന്നത്? നമ്മുടെ കുഞ്ഞു പോയി, പിന്നെ ഈ കുത്ത എന്തിനാ? ആമാടപ്പെട്ടിയോടെ എടുത്ത് വാഴച്ചുവട്ടിലോട്ട് എറിഞ്ഞു കൊടുത്തു. ഓരോ കുടുംബിനി അതാകുന്നു കഴുതക്കെടുക്കാൻ വഹിയാതെ വണ്ണം വെള്ളിയും സ്വർണവും യാക്കോബിൻ്റെ സന്തതികൾ വാരിക്കൂട്ടി കൊണ്ടുവന്നത്. രമശേഷിൽ നിന്ന് അവർ തിരിച്ചപ്പോൾ അവരുടെ മൃഗവാഹനത്തിന് എടുക്കാൻ വയ്യാത്ത അത്രയും സ്വർണവും വെള്ളിയും നല്ല ഒന്നാന്തരം ഉടുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. തേനിനേക്കാളും തെങ്ങിൻകട്ടയേക്കാളും മാധുര്യമുള്ളതാകുന്നു ദൈവവചനം എന്ന് പറഞ്ഞാൽ തേനും തേൻകട്ടയും ചാണകക്കുഴിയിലേക്ക് വലിച്ചെറിയുക എന്നല്ല അർത്ഥം. വചനം തേനും തേൻകട്ടയും കളയുക, വചനം മാത്രം ആഹരിക്കുക എന്നല്ല പത്രോസ് പറഞ്ഞത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് എന്ന് പറഞ്ഞാൽ, ബാഹ്യമായ അലങ്കാരത്തെക്കാൾ ആന്തരിക അലങ്കാരം നല്ലത്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. സ്വർണം ധരിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 1900 ശേഷം നല്ല കുടുംബങ്ങളിൽ നിന്ന് തുരത്തപ്പെട്ട നിന്റെ കയ്യിൽ സ്വർണവും വെള്ളിയും എവിടുന്ന് വന്നു?
എനിക്കില്ല, അതുകൊണ്ട് നിനക്കും വേണ്ട. ഉള്ളത് ദൈവവേലയ്ക്ക് ഉതകുവാൻ എൻ്റെ കയ്യിൽ തരിക, ഞാൻ അറുമാദിക്കട്ടെ എന്ന് പറഞ്ഞല്ലയോ ഈ മിന്ന് വരെ നീ വാങ്ങിയത്? സ്വർണവും വെള്ളിയും നിരാകരിക്കുന്നവനെ, വസ്ത്രം എന്തുകൊണ്ട് നിരാകരിച്ചില്ല? യേശു ധരിച്ച വസ്ത്രം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലമതിക്കുന്നതായിരുന്നു. പ്രിയ മാതാവ് കുഞ്ഞിന് തൻ്റെ കൈകളാൽ മേൽ തൊട്ടടിയോളം കൂട്ടിച്ചേർപ്പില്ലാതെ ഉണ്ടാക്കിയ വസ്ത്രം കുരിശിൽ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് നാം ഈ വസ്ത്രം കണ്ടുവോ? യേശുവിൻ്റെ താഴാഴ്മയായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ആഭരണം? അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു അലങ്കാരമാകുന്നു. വിശുദ്ധ സ്ത്രീകൾക്ക് എന്നാൽ 3-ൽ തോറ്റ് ഡോക്ടറേറ്റും എടുത്ത് ഭർത്താവിനേക്കാൾ കൽപ്പനയിലെങ്കിലും ഭാര്യ പ്രസംഗിക്കുന്നത് മോശമല്ല. അവൾക്കറിയാം അവൾ പ്രസംഗിക്കുന്നത് മോശമല്ല. God is the creator of gold and silver. All in all, the purity of your thoughts and your good intentions matter more than whether you wear jewelry or not. ഈ ആഭരണങ്ങൾ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാം, അതിനകത്ത് യാതൊരു കാര്യവുമില്ല. എന്നാൽ നമ്മുടെ പെരുമാറ്റം അത് യേശു ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കണം. അടുത്ത പോയിന്റ് 11ാമത്തെ പോയിന്റാണ്. ദേവാലയത്തിൽ സ്ത്രീ നിൽക്കേണ്ടത് പുരുഷന്റെ ഇടത്തോ വലത്തോ. ശലോമോന്റെ ദേവാലയം മുതൽ അവർ ആദരിക്കപ്പെടുന്നത് കൊണ്ട് വലത്ത് ഭാഗത്ത് നിൽക്കണം. മറ്റൊരു യേശു അത് ഇടതുവശത്താക്കി. അത് ഞാൻ ഒരിക്കൽ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് കീഴിലെന്ന സ്ഥലത്ത് ഒരു മനോഹരമായ ദേവാലയം പണിയുന്നതിന് എനിക്ക് അവസരം കിട്ടി. അത് ഫിനാൻസ് ചെയ്ത് ആരാന്നറിയാവോ? യേശുബ്രാൻ. ഞാൻ എൻ്റെ സഭയെ പണിയും. ആ ദേവാലയത്തിൻ്റെ പേര് മൈ ചർച്ച് എന്നാണ്, എൻ്റെ സഭയെന്നാണ്. അവിടെ ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഞങ്ങളും ഇവിടെ ആരാധിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് ദേവാലയമാണ്, ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം, വരിക. വന്നു. അപ്പോൾ നമ്മുടെ ആ പഴക്കം, അതായത് സ്ത്രീകൾ നമ്മുടെ വലതുവശത്തെന്നുള്ളത് അവരങ്ങ് മാറ്റി. ഈ മറ്റൊരു യേശു ഉണ്ടല്ലോ, പഴയതെല്ലാം അങ്ങ് മാറ്റിക്കളയും. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെ? വേദപുസ്തകത്തിൽ അങ്ങനെ. എങ്ങനെ വേദപുസ്തകം നീ വായിച്ചോ? ഇല്ലല്ലോ. നീ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. അല്ല, അത് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുവശത്തു നിന്ന് പുരുഷൻ വലത്തോട്ട് നോക്കുന്നവരുടെ സ്ത്രീകളുടെ മാറ് കാണും. ചോ എടാ മഹാഭാവി, നീ എന്തിനാടാ പള്ളി വന്നത്? നമ്മുടെ അമ്മയ്ക്ക് മാറില്ലയോ? അതുകൊണ്ടല്ലയോ ഞാൻ കുടിച്ചു വളർന്നത്? എൻ്റെ ഭാര്യയ്ക്ക് മാറില്ലയോ? അതുകൊണ്ടല്ലയോ എൻ്റെ കുഞ്ഞുങ്ങൾ കുടിച്ചു വളർന്നത്? എൻ്റെ മകൾക്ക് മാറില്ലയോ? അതുകൊണ്ടല്ലയോ അവിടെ കുഞ്ഞുങ്ങൾ കുടിച്ചു വളർന്നത്? കർത്താവ് സ്ത്രീകൾക്ക് കൊടുത്ത ഒരു വിലപ്പെട്ട നിധിയാണ്. ഇത് അനുഗ്രഹത്തോടുകൂടി സ്വീകരിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതിന് പകരം അത് ഒരു പാപകർമ്മമായിട്ട് കണ്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റൊരു യേശുവാണ് ഇവരെ വളർത്തുന്നത്. മറ്റൊരു യേശുവാണ്. ഞാനത് കാണിച്ചുതരാം. വേദപുസ്തകത്തിൽ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിൽ ഇല്ല. കാണിച്ചു തരാം. വലത്ത് ഭാഗത്ത് നിൽക്കണം. മറ്റൊരു യേശു അത് ഇടത്തുവശത്താക്കി. വേദപുസ്തകം എന്ത് പറയുന്നത് നോക്കുക. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ
നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ സംസാരിക്കുന്നത് പിതാവായ ദൈവവും ക്രിസ്തുവിനെ കുറിച്ചുമാണ്. അത് മണവാളനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിന്റെ വസ്ത്രമെല്ലാം മൂറി ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്ത മന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പുരുഷന്റെ വലത്ത് ഭാഗത്ത് അവൾ സ്വർണ്ണം അണിഞ്ഞു വെക്കുന്നു. ഓഫീർ തങ്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആബ്സല്യൂട്ട്ലി പ്യുവർ ഗോൾഡ്, 24 കാരറ്റ്. ഇത് വേദവസ്ഥല്ലേ ഞാൻ ഈ വായിച്ചത്? 45-ാം സങ്കീർത്തനം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. നിങ്ങൾ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ രാജകുമാരൻ രാജകുമാരിയുമാകുന്നു. അവൾ വിവാഹത്തിന് ഓഫീർ തങ്കം ധരിച്ചിരുന്നു. നമ്മൾ ഇത് കണ്ടതല്ലേ? 10-ാം വാക്യം, 45:10. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സങ്കീർത്തനം 45:7 മുതൽ 11 വരെയുള്ള വാക്യമാണ് ഞാൻ വായിച്ച്. അതിൽ 9-ാം വാക്യം ഞാനൊന്ന് എടുത്തു പറയട്ടെ. Says, at your right hand is the royal bride in gold. At your right hand is the royal bride in gold. So it is the right side. Final answer. This psalm is an illustrious prophecy of Messiah the Prince. It is all over gospel and points at him only as a bridegroom espousing the church to himself. Christ, who calls himself the rose of Sharon and the lily of the valleys. ആ കാര്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. ഷാരോനിൻ പന്നിനീർ കുസുമമവൻ, താഴ്വരകളിലെ താമരയും മധുരഫലം തരും നാരകമാം തന്നിഴലതിൽ താമസമാം എൻ പ്രിയനെന്തു മനോഹരനാം. തൻ പദമെന്നുമെന്നാശ്രയമാം എൻ പ്രിയനെന്തു മനോഹരനാം. തൻ പദമെന്നുമെന്നാശ്രയമാം. It is a song of loves concerning the holy love that is between Christ and his church. ഒരിക്കൽ കൂടെ 45:9 നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് വരവണ്ണം മാറുകയില്ല എന്ന് പറയുകയും വേറൊരു യേശു പറയുമ്പോൾ ഒലക്ക വണ്ണത്തിൽ മാറുകയും ആരുത്. നമ്മുടെ യേശു വിളിക്കുന്നു, ദോഷം വിട്ടകലുക. കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേർ കാണണമെങ്കിൽ മറ്റൊരു യേശുവിനെ വർജിക്കുക. 12-ാമത്തെ പോയിന്റോടുകൂടി ഞാൻ ഇന്ന് നിർത്തുകയാണ്. സുവിശേഷം സൗജന്യമായി ലഭിച്ചു. സൗജന്യമായി കൊടുക്കാതെ വിൽക്കുവാൻ പറഞ്ഞത് മറ്റൊരു യേശു. നിങ്ങൾ പോകുമ്പോൾ, യേശുവിൻ്റെ വാക്കാണിത് കേൾക്കണേ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ,
സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം എന്ന് പറയുന്നത് സൗജന്യമായി നമുക്ക് ലഭിച്ചതാകുന്നു. അത് നമ്മൾ സൗജന്യമായി കൊടുക്കണം എന്ന് തന്നെയല്ല, എത്ര പണം ചെലവാക്കിയും നമ്മളത് കൊടുക്കാനായിട്ട് ഓടണം. മത്തായി 10:7-8 ഞാൻ വായിച്ചത്. കർത്താവിൻ്റെ കൽപ്പന ഇതായിരിക്കെ നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന ആരോട്? സർപ്പസന്തതിയെ, ആരോടാണ് നിങ്ങൾ കൂലി വാങ്ങിക്കുന്നത്? വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരി, സംശയമില്ല. അതെ, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. എൻ്റെ കഞ്ഞിയും കടുമാങ്ങായും എൻ്റെ യജമാനൻ ചോദിക്കാതെ തരുന്നു, സുഭിക്ഷമായി തരുന്നു. നിന്നെ നിയമിച്ചത് പിശാചാകുന്നു. നിങ്ങൾ നിയമിച്ചവനോട്, നിങ്ങളുടെ യജമാനനോട് ചോദിക്കണം. അല്ലാതെ സുവിശേഷം കേട്ടവൻ്റെ 10% അടിച്ചു മാറ്റാൻ നടക്കരുത്. അവനോട് ചോദിക്കുക, അവനാകുന്നു നിന്റെ യജമാനൻ. അതിന് പകരം പാവപ്പെട്ടവൻ്റെ 10% അടിച്ചു മാറ്റാൻ നിൽക്കാതെ നിന്റെ യജമാനനോട് വാങ്ങുക. മറ്റൊരു യേശുവിൻ്റെ പുറകെ പോയവരെല്ലാം ഇതുപോലെ നരകയോഗ്യരാകും. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒരു പ്രസംഗത്തിന് 25,000 രൂപ വെച്ച് വാങ്ങിയ പാസ്റ്റർ ഇന്ന് വീട് വിറ്റിട്ട് തെണ്ടുന്നു. ദൈവകൽപ്പനയെ അനുസരിക്കുക. പണം ചാണകത്തെക്കാളും വില കുറഞ്ഞ ഒരു സാഹചര്യം വരും. യേശു വിളിക്കുന്നു, മറ്റൊരു യേശു അല്ല, നമ്മുടെ രക്ഷകനായ യേശു വിളിക്കുന്നു. അനുസരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് നിവൃത്തിയുള്ളിടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് പണവും വേണ്ട, പേരും വേണ്ട, പെരുമയും വേണ്ട, ഒന്നും വേണ്ട. കർത്താവിൻ്റെ വഴി വിട്ട് നിങ്ങൾ സഞ്ചരിക്കരുത്. അനുസരണം വലിയേക്കാൾ നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.